Dolphin 26, Master G, good job. You can move further astern. You can move further astern. ഇപ്പോൾ നമ്മൾ കാണുന്നത് അടിമലത്തുറയിലെ അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രതീക്ഷ എന്ന ബോട്ട്, അതായത് 9 നേഴ്സിംഗ് സ്റ്റാഫുകളെയും കൊണ്ട് എമർജൻസിക്ക് പോകുന്ന ബോട്ടാണിത്. ഈ ബോട്ട് കടൽ വളരെയധികം റഫായതിനാൽ ഈ ബോട്ടിന് പുറം കടലിൽ വെച്ച് കംപ്ലൈൻറ്റ് സംഭവിക്കുകയും ഉടൻ തന്നെ നമ്മുടെ പോർട്ടിൽ ഇൻഫോം ചെയ്യുകയും പോർട്ടിലെ ഡോൾഫിൻ 26 എന്ന ടഗ് 3 മണിക്കൂറത്തെ കഠിന പ്രയത്നം കൊണ്ട് ഈ പറയുന്ന മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രതീക്ഷ എന്ന ബോട്ടിനെ കരയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കരയിലെത്തിയ പ്രതീക്ഷ എന്ന് പറയുന്ന മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട് നമുക്ക് ഇവിടെ മൂറിങ്ങിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതെ മൂറിങ്ങിൽ നിൽക്കുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും. ബെർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പറയുന്ന ഹാർബറിൻ്റെ സൈഡാണ്. ഈ മതിലിനപ്പുറം നമ്മുടെ പോർട്ടാണ്. പോർട്ട് എന്ന് പറഞ്ഞാൽ മതിലിനപ്പുറം ഒരു 350 മീറ്റർ കഴിഞ്ഞാലാണ് പോർട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രതീക്ഷ എന്ന ബോട്ട് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ഈ സംഭവം നടക്കുന്നത് രാവിലെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അടിമലത്തുറയിലെ വള്ളം മറയുകയും അതിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആദ്യം ഒരാൾ മരണം സംഭവിച്ചു. ബാക്കിയുള്ള 3 പേർ, 4 ആളിൽ 3 പേർ നീന്തി കയറുകയും കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തയാളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കടൽ വളരെയധികം റഫാണ് പുറകിൽ. അതായത് നമുക്ക് ഫിഷർമാൻമാർക്ക് കടലിലേക്ക് പോകാനായി തീർച്ചയായിട്ടും സാധിക്കില്ല. എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ബോട്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് കുറച്ച് അടുത്ത് പോകാം. നമുക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല മഴയാണ്, നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ എപ്പോഴും കപ്പലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഈ പറയുന്ന പോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി വരുമ്പോൾ നമുക്ക് അതെല്ലാവരിലും എത്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ മഴയായിട്ട് കൂടി ഞാൻ എത്തിയത്. ഇതാ നമുക്ക് നമ്മുടെ ഹാർബർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് വള്ളങ്ങളാണ് ഹാർബറിൽ ഇപ്പോൾ നിലവിൽ ടൈ ചെയ്തിട്ടുള്ള കാണാൻ സാധിക്കുന്നുണ്ടോ. റോപ്പ് ഉപയോഗിച്ച് ഹാർബറിൽ ടൈ ചെയ്തിട്ടുള്ളത്. ആരും ഇപ്പോൾ കടൽ റഫായതിനാൽ പോകുന്നില്ല. പക്ഷേ ഇന്നലെ എന്തോ പോയവരാണെന്ന് തോന്നുന്നു. ഇനിയും 7 പേരടങ്ങിയ സംഘം പോയത് പുറം കടലിൽ പോയിട്ട് ഇതുവരെയായിട്ടും ഒരു വിവരവും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെ സങ്കടത്തിലും വിഷമത്തിലും തന്നെയാണ്. ഇതാണ് നമ്മുടെ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ബോട്ട്. അതായത് 9 നേഴ്സിംഗ് സ്റ്റാഫുകളെയും കൊണ്ട് മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ എമർജൻസിക്ക് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ബോട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഹാർബറിൻ്റെ സൈഡിലായിട്ടുള്ളത്. എമർജൻസി വന്നാലാണ് ഇത് ഉപയോഗിക്കുക. അപ്പോഴാണ് ഇതിന് കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വളരെ വേഗം തന്നെ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, എമർജൻസിയാണ്, എപ്പോഴും എമർജൻസിക്ക് പോകേണ്ട ബോട്ട് തന്നെയാണിത്. രാവിലെ തന്നെ ഞാൻ ഈ ബോട്ടിനെ, നമുക്കറിയാം പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ ബോട്ട് ഈ സൈഡിൽ തന്നെ ഉണ്ട്, എമർജൻസിക്ക് പോകേണ്ടതെന്ന് പറയാം. പക്ഷേ ഇതിന് ഇങ്ങനെ അപകടം പറ്റും എന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തൊക്കെ പറ്റിയാലും നമ്മുടെ പോർട്ടിലെ ടഗ് ബോട്ട്, അതായത് 360 ഡിഗ്രി തീർച്ചയായിട്ടും തിരിയാൻ പറ്റുന്ന, ഏത് എമർജൻസിക്കും വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ കപ്പലിനെ പുറം കടലിൽ നിന്നും വലിച്ച് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ബെർത്തിങ്ങിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ പടക്കുതിരകൾ നമുക്കെല്ലാവർക്കും പറയാം. ഡോൾഫിൻ 26, 27, 28, 29 അങ്ങനെ 4 ടെക് ബോട്ടുണ്ട്. അതിൽ 26 ആണ് എമർജൻസിക്ക് 3 മണിക്കൂറോളം കഷ്ടപ്പെട്ട് നമ്മൾ ഈ കാണുന്ന പ്രതീക്ഷ എന്ന ബോട്ടിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഉയരത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർബർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വിഴിഞ്ഞം വരുന്നവർക്ക്, അല്ലെ വിഴിഞ്ഞം ഹാർബർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം. നമ്മുടെ തൊട്ടപ്പുറത്ത് ഹാർബറും നമ്മൾ ഈ കാണുന്ന പോർട്ടും തമ്മിൽ ഏകദേശം 350 മീറ്ററാണുള്ളത്. ഹാർബറിന് പ്രത്യേകിച്ച് ഒരു പുലിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഹെവി ഈ തിരമാലകൾ വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി തൊട്ട് മുന്നിൽ നമ്മൾ കാണുന്ന പോലെ ഒരു പുലിമുട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് വലിയൊരു മഴയാണ്. നമുക്കിനി മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ 2 മതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സെൻറ്ററിലൂടെ റോഡുമുണ്ട്. നമ്മളെ ഒരു വശത്ത്, ഞാൻ ഈ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലെ മതിൽ കുറച്ച് ലെന്ത് ഉണ്ടോ, നമുക്ക് അങ്ങോട്ട് പോകാൻ അറ്റം വരെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ, അത്രത്തോളമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വാക്ക് ചെയ്യുന്ന റൈറ്റ് സൈഡിലെ മതിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോൾ കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു 350 മീറ്റർ കഴിഞ്ഞാലാണ് നമ്മുടെ പോർട്ടുള്ളത്. പക്ഷേ ലെഫ്റ്റ് സൈഡ് കിടന്ന വോൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഹാർബറാണ്. ഇതാണ് നമ്മുടെ പോർട്ടിനെയും ഹാർബറിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു വലിയ വാൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് നമ്മുടെ ഈ പറയുന്ന കപ്പൽ കാണാൻ വരുന്നവർക്ക് വളരെ അനായാസനം ഇവിടെ വന്നിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഞാൻ കാണിച്ചു തരാം. റോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ആ ഡീറ്റെയിൽ കാണാം. കടലിൻ്റെ റഫ്നെസ് എത്രത്തോളമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഈ ഭാഗത്തു നിന്നാൽ കപ്പൽ നല്ലപോലെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ വെഹിക്കിളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ വെഹിക്കിളാണ് കൂടുതലായിട്ട് പോകുന്നുണ്ടോ.
എമർജൻസിക്കായിട്ട് പോകുന്നതാണ് കോസ്റ്റ് ഗാർഡിൻ്റെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്നലെ തന്നെ നല്ല തിരമാലയും വളരെ വലിയൊരു കാറ്റും ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ ഇവിടെ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് രാവിലെ തന്നെ എത്തിയത്. പക്ഷേ വരുന്ന വഴികളെല്ലാം നല്ല ബ്ലോക്കായിരുന്നു. എത്തിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയി. ഇതാണ് ആ റോഡ് കണ്ടോ, ഇതാണ് ഹാർബറിൻ്റെ സൈഡിലൂടെയുള്ള റോഡ്. ഇതാ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഹാർബർ കണ്ടോ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതാ നമുക്ക് നോക്കിക്കഴിഞ്ഞോ, ഇതാണ് നമ്മുടെ ഹാർബർ. വലിയൊരു മഴ തന്നെയാണ് ഇവിടെ, നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ കൂടെ വന്നിട്ടുണ്ടോ. ഇതാണ് നമ്മുടെ ഹാർബർ. ഈ ഹാർബറിൽ നിന്നാണ് ധാരാളം വള്ളങ്ങൾ പുറംകടലിലേക്ക് പോകുന്നത്. ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് വെള്ളമുണ്ട്. ഇനി നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ പോർട്ട് കാണാൻ സാധിക്കും. പോർട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും നമ്മൾ ഈ പരിസരത്തെല്ലാം നല്ല മഴ തന്നെയായിരുന്നു. നല്ല മഴയും നല്ല കാറ്റുമാണ്. തിരമാല എത്രത്തോളം ശക്തമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പറയുന്ന MSCയുടെ തന്നെ എൽസ 3 എന്ന് പറയുന്ന കപ്പൽ ആലപ്പുഴ സൈഡിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എൽസ 3 എന്നുള്ള കണ്ടെയ്നറുകൾ, അതായത് വെയിറ്റ് കുറഞ്ഞ പോളി എത്തിലിൻ പോലുള്ള മെറ്റീരിയൽ നമ്മൾ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിൽ ഹാർബറിൻ്റെ സൈഡിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടെ എല്ലാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തിരമാല കണ്ടോ, തിരമാല എത്രത്തോളം ശക്തമാണെന്ന് തീർച്ചയായിട്ടും നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാം. വളരെ ശക്തമാണ് തിരമാല ഉണ്ടോ. വെള്ളം കലങ്ങിയിട്ടുമുണ്ട് ഇവിടെ കണ്ടോ ഈ ഭാഗത്തെല്ലാം. കാരണം കുറച്ച് പുറത്തു നിന്നുള്ള വെള്ളം ഇവിടേക്ക്, അതായത് പുഴകളിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ്. ഇനി നമ്മൾ പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. എത്ര മഴ വന്നാലും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർട്ടിൻ്റെ അപ്ഡേഷൻ നമ്മൾ നോക്കുന്നുണ്ടോ. തിരമാല ഇപ്പോൾ എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും ഉണ്ടോ. വലിയൊരു തിരമാല തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പോർട്ടിൻ്റെ എല്ലാ പോർഷനും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 കപ്പലാണ് നമ്മളെ ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2-ലുള്ളത്. ഒന്ന് MSC ലെനി എന്ന് പറയുന്ന ഒരു കപ്പലാണ്. അതായത് 399 മീറ്റർ നീളമുള്ള അൾട്രാ ലാർജ് വെസലാണ്. അത് ടെർമിനൽ 2-ലാണ്. ടെർമിനൽ 1 നമുക്ക് നോക്കാം. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ 1-ൽ എക്സ്പ്രസ് കാവേരി എന്ന് പറയുന്ന കപ്പലാണ്. നമുക്ക് എല്ലാവർക്കും പറയാം 172 മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 27.6 മീറ്റർ വീതിയുള്ള കപ്പലാണ് എക്സ്പ്രസ് കാവേരി എന്ന് പറയുന്നത്. 180 മീറ്റർ നീളമുള്ള ഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ MSC എൽസ 3. ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പമുള്ള അല്ലെങ്കിൽ ഒരു 10 മീറ്ററോളം നീളമുള്ള കപ്പലാണ് MSC എൽസ 3. നമ്മുടെ ആലപ്പുഴ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് മറിഞ്ഞു പോയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് എക്സ്പ്രസ് കാവേരിയാണ്. എൽസ 3യും എക്സ്പ്രസ് കാവേരി എപ്പോഴും നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പ്രസ് കാവേരി പറഞ്ഞാലും. അതുമാത്രമല്ല ഇപ്പോൾ ഡോൾഫിൻ സീരീസിലെ ടാഗുകൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു മഴയാണിപ്പോൾ, നല്ല മഴയാണിപ്പോൾ പെയ്യുന്നത്. അത് നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതാ ഇപ്പോൾ നമുക്ക് ടെക് ബോട്ടിലെ കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൻ്റെ പല ഭാഗം കാണാൻ സാധിക്കും. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് 2-3 മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമുക്ക് നോക്കാം. സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാനായി സാധിക്കും. നമ്മൾ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ MSC ലെനി എന്ന് പറയുന്ന അൾട്രാ ലാർജ് വെസലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാ നമ്മൾ ചെറിയൊരു ഫീഡർ വെസൽ എക്സ്പ്രസ് കാവേരി ആണെങ്കിൽ ഫീഡർ വെസലിൻ്റെ 4-5 ഇരട്ടി വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിലൊന്നായ MSC ലെനി 399.9 മീറ്റർ 61.5 മീറ്റർ വീതിയുമുള്ള MSC ലെനിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു കപ്പലാണ്. ആ കപ്പലിലേക്ക്, വലിയൊരു കപ്പൽ എന്ന് പറഞ്ഞാൽ അൾട്രാ ലാർജ് വെസലാണിത്. ആ കപ്പലിലേക്ക് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കും നമുക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറന നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിംഗപ്പൂർ മലേഷ്യ കഴിഞ്ഞിരിക്കുന്നു. മലാക്ക് കടലെടുക്ക് പിന്നിട്ടിരിക്കുന്നു. ഇന്നുകൊണ്ട് പിന്നിടും. എനിക്ക് തോന്നുന്നു 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി, അടുത്ത മാസം 3-ാം തീയതി കൂടി നമ്മുടെ പോർട്ടിൽ മൂറിങ്ങിലാവും MSC ഐറന. അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും നമ്മുടെ പോർട്ടിൽ ഏറ്റവും വലിയ കപ്പൽ സീരീസിലെ ധാരാളം കപ്പൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ വരുന്ന പേര് MSC ഐറനയാണ്. അതായത് ലോകത്തിലെ ഒരേ ഒരു കപ്പൽ എന്ന് നമുക്ക് തന്നെ പറയാം. ആ കപ്പലാണ് നമ്മുടെ പോർട്ടിൽ ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ അല്ലെങ്കിൽ 2-3 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ പോർട്ടിലേക്ക് കപ്പൽ വരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ ഓരോ ദിവസവും നമ്മൾ നൽകുന്നുണ്ട്. ഇതാ കടൽ തിരമാലകളും നല്ല തിരമാല തന്നെയുണ്ട്. നമുക്കൊന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ന്യൂസാണ്. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടർ എന്താണ് എന്ന് പലർക്കും പല സംശയമുണ്ട്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് വീഡിയോയിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആ ഫ്രെയിമിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബ്രേക്ക് വാട്ടറുള്ള
നമ്മുടെ കടലും നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ ഭാഗവും ബ്രേക്ക് വാട്ടർ ഇല്ലാത്ത സ്ഥലവും നമ്മൾ ഡിഫറൻസ് ഉണ്ടോ? ബ്രേക്ക് വാട്ടർ ഉള്ള സ്ഥലത്ത് മഴവെള്ളം കടലിൽ വീഴുന്ന അനക്കമല്ലാതെ തിരമാല അവിടെ ഇല്ല, തൊട്ടുമുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ബ്രേക്ക് വാട്ടർ ഇല്ലാത്ത പോർഷനിൽ തിരമാല ഇങ്ങനെ നമുക്ക് നല്ലൊരു തിരമാല നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വളരെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അടുത്ത് ഇതൊന്നല്ല, നല്ല തിരമാലയാണ്. ഇപ്പോൾ നമുക്ക് ആ ബ്രേക്ക് വാട്ടർ, എന്തുകൊണ്ടാണ് ബ്രേക്ക് വാട്ടർ ഇത്രത്തോളം ഹൈറ്റിൽ ഈ നമ്മുടെ നിർമ്മിച്ചെടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. ടോട്ടൽ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 28 മീറ്ററാണ്. 20 മീറ്ററോളം കടലിൻ്റെ അടിയിലോട്ടാണ് മുകളിലോട്ടുള്ള ഹൈറ്റ്. അതായത് നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് 8 മീറ്ററാണ്. അങ്ങനെ 28 മീറ്ററാണ് ഹൈറ്റ് ഉള്ളത്. സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ തീർച്ചയായിട്ടും നമ്മൾ പോയി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ വാഹനങ്ങൾക്ക് അനായാസേന പോകാനും സാധിക്കും. നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലൂടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ. എന്തിനാ എന്നുള്ള ചോദ്യം അറിഞ്ഞുകൂടാത്തവർ ധാരാളം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ സംശയം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. അത് മാത്രമല്ല, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് MSCയുടെ കണ്ടെയ്നറുകൾ, MSC എന്ന ബാഡ്ജിങ് പതിച്ച കണ്ടെയ്നറുകൾ ധാരാളമായി ഇവിടെയുണ്ട്. നമുക്കിനി അറിയേണ്ടത് സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ ഏതെങ്കിലും പോർഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. കുറച്ച് ദിവസം മുന്നേ ട്രയൽ റൺ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ട്രയൽ റൺ ആണ്, സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റാണ്, ട്രയൽ റണ്ണാണ്. ഇപ്പോൾ നമുക്ക് ആ വർക്കൊന്നും ഇവിടെ ഇല്ല. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് നോക്കാം. ഈ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അവിടെയെല്ലാം നല്ല മഴയാണ്. ഇപ്പോൾ എത്ര മഴയത്തായാലും നമ്മുടെ STS ക്രെയിനുകളും നമ്മുടെ കാൻറ്റിലിവർ ലൈൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുകളും വളരെ അനായാസേന വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. ഇത് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ PO ബിൽഡിംഗ് ഇരുന്നിട്ടാണ് ഈ ക്രെയിനുകളെല്ലാം വളരെ അനായാസേന ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനാൽ എത്ര മഴ വന്നാലും നമുക്ക് വളരെ അനായാസേന ഓപ്പറേറ്റ് ചെയ്യാനായി സാധിക്കും. ഇനി നമുക്ക് പുതുതായിട്ട്, അതായത് പോർട്ടിൽ വന്ന ഒരു ചെറിയൊരു മാറ്റമാണ്. ഇവിടെ ധാരാളമായിട്ട് നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും അത് കണ്ടിരുന്നില്ല കണ്ടോ. ഈ ഭാഗത്ത് നാച്ചുറൽ സ്റ്റോൺ അധികമായി കൂട്ടിയിട്ടിരിക്കുന്നു. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ തന്നെയായിരിക്കും. തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് സൂം ചെയ്യാം. കാരണം 2-3 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ള ആളാണ്. കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും അപ്ഡേഷൻ ഉണ്ടായിരുന്നായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും അപ്ഡേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കണ്ട വ്യത്യാസമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. വ്യത്യാസം ഇത് തന്നെയാണ്. നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ധാരാളമായിട്ട് ഇവിടെ തരം തിരിച്ച് കൂട്ടിയിരുന്ന് കാണാൻ സാധിക്കും. അത് സെക്കൻഡ് ഫേസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ കൂടുതലാണ് നാച്ചുറൽ സ്റ്റോൺ ഉള്ളത്. വളരെ ദൂരെ നിന്ന് ഇത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു മല പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രത്തോളം നാച്ചുറൽ സ്റ്റോണ്. അതുമാത്രമല്ല, തൊട്ടപ്പുറത്ത് തന്നെ ധാരാളം, ഇത് പോർട്ട് റോഡാണ് നമ്മൾ വളരെ ദൂരെയായിട്ട് നമുക്ക് കാണുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് ധാരാളം നാച്ചുറൽ സ്റ്റോൺ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മല പോലെ തോന്നുന്ന രീതിയിൽ നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള, അതായത് നമുക്കിനി ബ്രേക്ക് വാട്ടർ സെക്കൻഡ് ഫേസിൽ ഏകദേശം 1040 മീറ്റർ കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് 4000 മീറ്ററിലൂടെയാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ പോകുന്നത്. ആ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ ഇപ്പോൾ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ പോർഷനിൽ ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതാണ് പൂർണ്ണമായിട്ടും ഈ നമ്മുടെ എക്സ്കവേറ്റർ വെച്ച് മാറ്റുന്ന കാഴ്ച. അതായിരിക്കും ലോറിയിലെ അവിടെ ഡംപ് ചെയ്ത് അത്രത്തോളം വലിയൊരു പൊസിഷനിലായിട്ട് മാറ്റില്ലുണ്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നാച്ചുറൽ സ്റ്റോണിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നുണ്ടോ. ലോറിയിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടൻ സ്റ്റാർട്ട് ചെയ്യും എന്നു തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വർക്കിൽ നിന്നും അറിയാനായി സാധിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ ഈ ചാനലിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ